السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പഠന മജ്ലിസിൽ ഒരിക്കൽ കൂടി സംഗമിക്കാൻ അള്ളാഹു നമുക്ക് അവസരത്തെ പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഈ മഹത്തായ അവസരത്തെ നമുക്ക് വേണ്ടി കനിഞ്ഞരുളിയ റഹ്മാനും റഹീമുമായ റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അവ്വലൻ വആഖിറ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ മഹാപരിശ്രമത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സൂറത്ത് യൂസുഫിലെ 56-57 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك مكنا ليوسف في الأرض وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء يتبوأ منها حيث يشاء نصيب برحمتنا من نشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولا نضيع أجر المحسنين ولأجر الآخرة خير للذين آمنوا ولأجر الآخرة خير للذين آمنوا وكانوا يتقون وكانوا يتقون. بارك الله فيكم. جزاكم الله خير ألف ألف مرة. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം, സുദീർഘമായ സുന്ദരമായ കഥയുടെ ഒരു ഭാഗത്തിൻ്റെ ക്ലൈമാക്സ് എന്തായിരുന്നു? അത് യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കി. 54-ാമത്തെ ആയത്ത് വായിക്കുമ്പോൾ രാജാവിൻ്റെ എല്ലാമാക്കി യൂസുഫ് നബിയെ മാറ്റുകയും അദ്ദേഹത്തിൻ്റെ പ്രയോഗം തന്നെ അസ്തഖ്ലിസുഹു എന്നാണ്. രാജാവിൻ്റെ സ്വന്തക്കാരനാക്കി മാറ്റി. ആത്മാർത്ഥമായ എല്ലാം പങ്കുവെക്കാൻ അർഹതയുള്ള ഒരാളാക്കി യൂസുഫ് നബിയെ ഇന്നലെ വരെ ജയിലിൻ്റെ ഇരുട്ടറയിൽ കിടന്ന യൂസുഫിനെ അള്ളാഹു മാറ്റി തീർക്കുകയാണ്. ജയിലിൽ കിടക്കുമ്പോഴും യൂസുഫ് നബി ആരാ? ജയിലിൽ കിടക്കുമ്പോൾ യൂസുഫ് നബി നബിയാണ്.
യൂസുഫ് നബി അലൈഹിസ്സലാം നബിയായത് എവിടെ നിങ്ങൾക്ക്? അത് നമ്മൾ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? 22-ാമത്തെ ആയത്തിൽ നബിയായിട്ടുണ്ട്. നമ്മൾ എത്രാമത്തെ ആയത്തിലുള്ളത്? 56, 57 ആയത്തിലെത്തി. 22-ാമത്തെ ആയത്ത് എന്താ? വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ. അതിൻ്റെ തഫ്സീർ വായിച്ചു നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് യുവത്വത്തിൻ്റെ പ്രായമെത്തിയപ്പോൾ എന്നാണ്. വലമ്മ ബലഗ, ബുലൂഹത്ത് എന്നറിയില്ല, നമ്മുടെ ബുലൂഹത്തി എന്നറിയില്ലേ? അശുദ്ധഹു എന്ന് പറഞ്ഞാൽ 30-ൻ്റെ 40-ൻ്റെ ഇടയിലുള്ള പ്രായത്തിനാണ് അശുദ്ധ് എന്ന് പറയുക. ആ പ്രായത്തിൽ അദ്ദേഹത്തിന് നാം ഹുക്കുമും ഇൽമും നൽകി. അപ്പോൾ ജയിലിൽ പോണ സമയത്ത് തന്നെ യൂസുഫ് നബി ആരാണ്? ജയിലിൽ പോണതിന് മുമ്പാ അദ്ദേഹം പ്രവാചകനാണ്. ആ പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാമ ജയിലിൽ നിന്ന് പുറത്തേക്ക് ധൃതി പിടിച്ച് പോരാത്തത് എന്തായിരുന്നു? തന്നെക്കുറിച്ച് നാട്ടിൽ ടോട്ടലി അപവാദമാണ്. എന്താ അപവാദം? കൊട്ടാരത്തിലെ അസീസിൻ്റെ ഇണയെ കാമമോഹവുമായി സമീപിച്ചു. സത്യത്തിൽ നടന്നതെന്താ? തിരിച്ചാണ്. നാട്ടിൽ കുറച്ചാൾക്കാർക്ക് മാത്രം അറിയാം യൂസുഫ് നിരപരാധിയാണ്. ആ കുറച്ചാളുകളിൽപ്പെട്ട ഒരാളാണ് അസീസ്. അസീസിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട് യൂസുഫ് അല്ല തെറ്റ് ചെയ്തത്. എപ്പോഴാണ് തെളിവ് കിട്ടിയത്? ആ പ്രധാന കവാടത്തിന് മുമ്പക്ക് യൂസുഫും സലീഹയും ഓടി വന്നപ്പോൾ ഷഹീദ ഷാഹിദും മിൻ അഹ്ലിഹ, വിധി പറയുന്ന ഒരാൾ അവിടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കുപ്പായം ഇന്ന സ്ഥലത്താണ് കീറിയിക്കണമെങ്കിൽ യൂസുഫ് നിരപരാധിയാണ്. പരിശോധിച്ചതാരാ? അസീസാണ്. ബാക്കിലെ കീറിയിക്കണേ യൂസുഫിനും നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് പച്ചക്ക് മനസ്സിലായി. അപ്പം യൂസുഫ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആർക്കറിയാം? അസീസിനറിയാം. യൂസുഫ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അസീസിനേക്കാൾ സലീഹക്കറിയാം. പിന്നെ ഷഹീദ ഷാഹിദ് മിൻ അഹ്ലിഹ, അവിടെ സാക്ഷിയായിട്ടുള്ള ആ വ്യക്തിക്കും അറിയാം. അത് അദ്ദേഹത്തിൻ്റെ സലീഹയുടെ പിതൃവ്യനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾക്ക് യൂസുഫ് നിരപരാധി എന്നറിയാം. പക്ഷെ നാട്ടിലെന്താ പാട്ട്? യൂസുഫ് നബി കുറ്റക്കാരനാണ്. അതുകൊണ്ടാണ് 12 കൊല്ലം ജയിലിൽ കിടന്നിട്ട് സ്വപ്നവ്യാഖ്യാനം ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഒരാള് വെള്ളം കുടിക്കാൻ എത്ര മോഹിക്കും? അത്ര മോഹവുമായി രാജാവ് നിന്നിരുന്നു. എന്തിനെ? താൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഒന്ന് കിട്ടാൻ. 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ, ഈ 7 തടിച്ച പശുക്കൾ തിന്നുന്നു. 7 പച്ച കതിർക്കുല, 7 ഉണങ്ങിയ കതിർക്കുല. നാട്ടിലെ എല്ലാ സ്വപ്ന വ്യാഖ്യാതാക്കളെയും കൊട്ടാരത്ത് കൊടുത്ത് നിരത്തിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരുമെന്ന്. എല്ലാവരും പറഞ്ഞെന്താ? അൽഗാസു അഹ്ലാം, ഇത് പൊട്ട സ്വപ്നാണ്, ഇതിനെന്തില്ല? വ്യാഖ്യാനമല്ല. അപ്പൊ കേട്ടുന്ന ഒരാളെന്താ പറഞ്ഞത്? ഇതിനെ അറിയണ ഒരാളെൻ്റെ അടുത്തുണ്ട്. അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു ചെറിയ പോയിന്റ് വെച്ചിട്ട് അത് ഞമ്മക്ക് ചിന്തിച്ചാലും ആലോചിച്ചാലും കടന്നു ഉരുണ്ടാലും അള്ളാഹ് ഒരാളെ രക്ഷപ്പെടുത്താൻ വിചാരിച്ച മാർഗം ഞമ്മക്ക് തിരഞ്ഞാൽ കിട്ടൂല. കാരണം യൂസുഫ് നബിന്റെ കൂടെ കൊല്ലങ്ങളായി നജാമിൻഹുമാ എന്നാണ്. ജയിലിൽ കയറിയപ്പോൾ 2 യുവാക്കളെ കണ്ടില്ലേ? അതിന്നൊരാൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് റിലീസായി. ആ 5ാമത്തെ കൊല്ലം രക്ഷപ്പെട്ടയാള് യൂസുഫ് നബി അയാളുടെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു അല്ലേ? എന്താ ഏൽപ്പിച്ചിരുന്നേ? എൻ്റെ കാര്യം ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം രാജാവിനോട്. പക്ഷെ അയാൾ മറന്നുപോയി. വീണ്ടും 7 കൊല്ലം. ഈ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ ചർച്ച, രാജാവിൻ്റെ സ്വപ്നത്തെക്കുറിച്ച്. എല്ലാവരും സ്വപ്നം തള്ളി. അല്ലാഹു അഹ്ല. കേട്ടുന്ന ഇയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ആളുണ്ട്. അങ്ങനെയാണ് നേരെ ജയിലിൽ പോണതും യൂസുഫിനോട് സംസാരിക്കണതും സുന്ദരമായ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതും പിന്നീട് രാജാവിൻ്റെ കാതിൽ എത്തിക്കുകയും രാജാവ് ഉടനെ പറഞ്ഞു, എൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരൂ. യൂസുഫ് നബി പറഞ്ഞു, എനിക്ക് ചില കണ്ടീഷനുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ. കണ്ടീഷൻ ആരാ പറയലേ? കണ്ടീഷൻ ആരാ പറയലേ? അധികാരങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിങ്ങനെ നിൽക്കുമ്പോഴല്ലേ? പുരാക്കൂരി ഇരുട്ടിൽ ഭൂമിയുടെ അടിത്തട്ടിൽ സ്ഥാപിക്കപ്പെട്ട ജയിലറകളിൽ 12 കൊല്ലം
കഠിനമായ അവസ്ഥയിൽ ജീവിച്ച യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ടീഷൻ വെക്കുകയാണ്, ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ എനിക്ക് ചില വിഷയങ്ങളിൽ ക്ലാരിറ്റി കിട്ടണം. അത് പറയണെന്തിനാ വെച്ചാൽ ഇത് മനസ്സിലാകാനാണ്. എന്താ ക്ലാരിറ്റി? ബാലുൻ നിസ്വ, അതാണ് വിഷയം. ഖത്തഅന ഐദിയഹുന്ന, കൈമുറിച്ച പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? എന്തിനാ യൂസുഫ് നബി ജയിലിൽ പോയത്? പെണ്ണുങ്ങളെ ഫിത്ന സഹിക്കായിട്ട്. ആ പെണ്ണുങ്ങൾ ഇപ്പോഴും അതിക്കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് മതി, ജയിലെന്നല്ലേ. എന്നിട്ട് ഞാൻ അന്ന് നിങ്ങളോടൊരു വിശദീകരണം പറഞ്ഞിരുന്നു. യൂസുഫ് നബിക്ക് പെണ്ണുങ്ങളെ വിഷയത്തിലുള്ള ഫിത്ന കൊട്ടാരത്തിലുണ്ടായിട്ടുള്ളൂ. നമുക്കോ ഈ 2026 നമുക്കോ മൊബൈൽ തുറന്ന് റീൽസ് മാറ്റിയൊക്കെ നിങ്ങൾ ഔറത്ത് മറക്കാത്ത പെണ്ണിനെ കാണാത്ത ദിവസമുണ്ടോ? ക്ഷമിക്കണം. നിങ്ങൾ ടൗണൊക്കെ ഇറങ്ങിയൊക്കെയാണ് ഈ പരസ്യ ബോർഡുകളിൽ മനഃപൂർവ്വം അത് കാണാൻ വേണ്ടി സെർച്ച് ചെയ്യുന്നൊരു വിഭാഗം വേറെ. ഇനി അതൊന്നുമില്ല, ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ അവരുടെ പല ആളുകളുടെ വസ്ത്രധാരണത്തിൻ്റെ കോലെന്താ? യൂസുഫ് നബിക്ക് കൊട്ടാരത്തിൽ സലീഹയാണ് പേടിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ പേടിക്കണം? അതാണ് 1400 ചില്ലാന കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞത്, തീക്കനൽ കയ്യിൽ പിടിച്ചവൻ്റെ ഉപമയായിരിക്കും ഈമാൻ അനുസരിച്ച് ജീവിക്കുന്നവൻ്റെ ഉപമ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അത്? ചെറിയ രൂപത്തിലെങ്കിലും. തീക്കട്ട കയ്യിൽ ഇങ്ങനെ വക്കലും ആ വെച്ച സാധനത്തെ വിരൽ കൊണ്ട് അമർത്തി പിടിക്കലും നല്ല വ്യത്യാസമുണ്ട്. പിടിക്കലാണ് ഗൗരവം. അതുപോലത്തെ അവസ്ഥ ഉണ്ടാവും. അതാണ് ബാദിറുബിൽ അമാലി ഫിത്ന. ആ ഫിത്നയുടെ കാലത്ത് നമ്മൾ എത്തിക്കണം. അന്ന് റസൂലുള്ളാഹി പറയാണ്, അന്ന് ഈമാനിൽ എൻ്റെ സുന്നത്തൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരെ നിങ്ങൾക്ക് മംഗളം. 50 സഹാബികളെ കൂലിയിട്ടുതരെ ഒരു സുന്നത്ത് നടപ്പിലാക്കിയാൽ. അങ്ങനത്തെ കാലത്ത് അന്ന് സഹാബികൾ ചെയ്ത സുന്നത്തിനെ ഇന്ന് നടപ്പിലാക്കിയാൽ 50 സഹാബികൾ ചെയ്ത കൂലി. അവർ താടി വെച്ചു, 50 സഹാബികൾ താടിച്ച കൂലിയിട്ടു. നെരിയാടിൻ്റെ മേലെ പുരുഷൻ വസ്ത്രം ധരിച്ചു, 50 സഹാബികളെ കൂലിയിട്ടു. സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ ഭാഗ്യവാന്മാർ ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ. കാരണം എന്താ? നമുക്ക് ഓഫറുകളുടെ പെരുമഴയാണ്. ഓഫറുകളുടെ പെരുമഴയാണ്. അതെന്തിനാ പറഞ്ഞേ? ആ യൂസുഫ് നബി പറയാണ്, കൈമുറിച്ച പെണ്ണുങ്ങളെ അവസ്ഥയാണ് ചോദിച്ചതെങ്കിലും, ഖത്തഅന ഐദിയഹുന്നയാണ് ചോദിച്ചതെങ്കിലും അദ്ദേഹത്തിന് അറിയേണ്ടത് ആരെക്കുറിച്ചാണ്? കൈ മുറിക്കാത്ത പെണ്ണിനെ കുറിച്ചാണ്, സലീഹയെ കുറിച്ചാണ്. അള്ളാഹിൻ്റെ റസൂല് ആ ആയത്ത് ഓതിയിട്ടാണ് പറഞ്ഞത് എന്ത്? യൂസുഫ് നബിയുടെ ഭാഗത്ത് ഞാനായിരുന്നെങ്കിൽ ല ബാദർത്തുൽ ബാബ് എന്ന് പറഞ്ഞത്. പ്രധാന കവാടത്തിൻ്റെ അരികിലേക്ക് ഞാൻ ചെല്ലുമായിരുന്നു, വെളിച്ചവും കാറ്റും കിട്ടാനേ. എന്നിട്ടാ പറഞ്ഞത് അജിബ്തു ലിസുബ്രി അഖി യൂസുഫ്, എൻ്റെ സഹോദരനായ യൂസുഫിൻ്റെ ക്ഷമ എന്നെ അത്ഭുതപ്പെടുത്തി. എന്തിനാണ്? അതാണ് വിഷയം. എന്തിനാണ് അദ്ദേഹം ക്ലാരിറ്റി വരുത്തിയത്? നാട്ടിൽ പാട്ട് യൂസുഫ് കുറ്റക്കാരനാണ്. ആ നിരപരാധിത്വം തെളിയിച്ചിട്ട് പുറത്തിറങ്ങാൻ അദ്ദേഹം ശ്രമിക്കുന്നത് എന്തിനെന്നറിയോ? ഒരു പ്രവാചകൻ്റെ ഡ്യൂട്ടി എന്താണ്? സമൂഹത്തെ സമുദ്ധരിക്കലാണ്. അപ്പോൾ ജീവിതത്തിലൊരു സ്ക്രാച്ച് വന്നാൽ സമൂഹം പിന്നെ നമ്മളെ വായന്ന് എത്ര ട്യൂണിൽ പറഞ്ഞാലും കേൾക്കൂല. അള്ളാഹു നമ്മെ എല്ലാ തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ കേട്ടോ. അപ്പം നമ്മുടെ സ്വഭാവം, പ്രത്യേകിച്ച് മുജാഹിദുകളുടെ സ്വഭാവം സമൂഹം വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? എന്ത് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഈ ഖുറാഫികളുണ്ടെങ്കിലേ ഓലെന്താ പറയലേ? വസ്ത്രധാരണത്തിലൊക്കെ ഓളിങ്ങോട്ട് ഉഷാറായിക്കണേ. എല്ലാ രംഗത്തും ഉഷാറാ, പക്ഷെ മുജാഹിദായിപ്പോയി എന്ന് പറയാം. നമുക്കുള്ള കുറ്റം എന്താണ്? മുജാഹിദായിപ്പോയതാണ് അല്ലേ? അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, അങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക് പെട്ടെന്ന് സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും. ഓല് ഹുത്വ പറഞ്ഞാൽ, ഓല് വയലു പറഞ്ഞാൽ, ഓല് സമൂഹത്തിലിറങ്ങി സമൂഹത്തെ സമുദ്ധരിച്ചാൽ
സമൂഹം പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഈ തെറ്റിദ്ധാരണയുമായിട്ടാണ് യൂസുഫ് നബി മിസ്റിൽ ദൈവത്തിന് ഇറങ്ങണമെങ്കിലോ. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണക്ക് തിരുത്താൻ ശ്രമിച്ചിട്ടാണ് ഇറങ്ങുന്നത്. തിരുത്തും ചെയ്തു. ആരാണോ യൂസുഫ് നബിക്കെതിരെ പ്രധാനമായി കുറ്റാരോപിച്ചത് അതേ വ്യക്തി തന്നെ കൊട്ടാരത്തിൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, യൂസുഫ് തെറ്റ് ചെയ്തതായി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിയാണത്. മാത്രമല്ല സലീഹ പറയാണ്, ഞാനാണ് അദ്ദേഹത്തിലേക്ക് അനറാവത്തുന്ന കാമമോഹവുമായി ചെന്നത് ഞാനാണ്. അന്നഫ്സിഹി യൂസുഫ് അതിനോട് എതിർപ്പുണ്ടായിട്ടും എന്നോട് വെറുപ്പുണ്ടായിട്ടും യൂസുഫിലേക്ക് ചെന്നത് ഞാനാണ്. അതുകൊണ്ട് യൂസുഫ് കുറ്റക്കാരനല്ല, അദ്ദേഹം ലമിന സ്വാദിഖീൻ എന്നാണ് സലീഹ പറഞ്ഞത്. സത്യസന്ധനാണ്. നമ്മളടുത്ത് ഹക്കുണ്ടോ, നമ്മളടുത്ത് നിലപാടുണ്ടോ, നമ്മളടുത്ത് വിശുദ്ധമായ ജീവിതമുണ്ടോ, ഈ അത്ഭുതം നമ്മുടെ നാട്ടിലും സംഭവിക്കും. ഇങ്ങനത്തെ കേസുകളിൽ പെട്ടാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ടോ. പക്ഷെ നമ്മൾ സ്വയം ഓക്കെയാണെന്ന് നമ്മൾ തീരുമാനിക്കണം. വിശുദ്ധമായ ജീവിതമുണ്ടാകണം. ഈ മഹാത്ഭുതങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് രാജാവ് പറഞ്ഞത്, കൊണ്ടുവരൂ, അദ്ദേഹം ഇന്നു മുതൽ എൻ്റെ അസ്തഖ്ലിസുഹു എന്ന് പറഞ്ഞു. അത് പറയാനാണ് അത് പറഞ്ഞത്. അദ്ദേഹം എൻ്റെ പ്രത്യേകക്കാരനാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ മക്കീനും അമീനും കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. മക്കീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാനം, അമീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നു മുതൽ എൻ്റെ വിശ്വസ്തനാണ്. ഇത് രാജാവ് യൂസുഫിനോട് പറയുമ്പോഴേ യൂസുഫ് നബി ജയിൽ ഡ്രസ്സിലോ ജയിലിൽ കിടന്ന മുഷിഞ്ഞ രൂപത്തിലോ ഒന്നുമല്ല അദ്ദേഹം രാജാവിൻ്റെ മുന്നിലേക്ക് വന്നത്. നല്ല സുന്ദരനായി സുമുഖനായി രാജവസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് അത്തരത്ത് പറഞ്ഞു കൊടുക്കുക. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയം തുടരുന്നു. വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി യതബവ്വഉ മിൻഹാ ഹൈതു യശാ. നമ്മളൊന്ന് ഓതിയ ആദ്യത്തെ ആയത്താണ്. നുസീബു ബിറഹ്മതിനാ മൻ നശാ വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ, യൂസുഫ് നബി രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരനാക്കി മാറ്റിയപ്പോൾ രണ്ട് പ്രധാനപ്പെട്ടൊരു സ്ഥാനം അദ്ദേഹം ചോദിച്ചു വാങ്ങിയില്ലേ. എന്താ ചോദിച്ചു വാങ്ങിയത്? ഖസാഇനുൽ അർദ്, മിസ്ർ ഭൂമിയിലെ ഖജാനകളുടെ അധികാരം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ യൂസുഫ് നബിക്ക് അത് ചോദിക്കൽ അവിടെ നിർബന്ധമായിരുന്നു. കാരണം 7 കൊല്ലം ക്ഷാമം, 7 കൊല്ലം ക്ഷേമം. ആദ്യത്തെ 7 കൊല്ലം ക്ഷേമത്തിൻ്റെ കാലം, രണ്ടാമത്തെ 7 കൊല്ലം ക്ഷാമത്തിൻ്റെ കാലം, തുടർന്ന് വരുന്ന 1 കൊല്ലം 15ാമത്തെ കൊല്ലം വീണ്ടും ജനങ്ങൾക്ക് സഹായങ്ങൾ ലഭ്യമാകുന്ന വഫീഹി അസിറുൻ, എണ്ണ പിഴിഞ്ഞെടുക്കുന്ന കാലം എന്നാ 15ാമത്തെ കൊല്ലം എന്ന് പറഞ്ഞാൽ സമൃദ്ധി കൊണ്ട് ആറാടുന്ന കാലം. അതുകൊണ്ട് തന്നെ ആ രണ്ടിൻ്റെ ആ അവസാനത്തെ 1 കൊല്ലം ആദ്യത്തെ 7 കൊല്ലത്തിൻ്റെ ഇടയിലൊരു 7 കൊല്ലമുണ്ട്, അത് പട്ടിണിയുടെ കാലമാണ്. ആ കാലത്ത് നല്ലോണം ശ്രദ്ധയോടെ ഭരണം നടത്തിയ ആളെ കൈ കിട്ടിയാലേ ആ രണ്ടാമത്തെ പാർട്ടിൽ 7 കൊല്ലത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. അത് കൃത്യമായിട്ട് അറിയണ ഒരാൾ മാത്രമുള്ള നാട്ടിൽ, അയാളുടെ പേരാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ആ നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അധികാരം ചോദിച്ചു വാങ്ങിയത്. അല്ലാതെ കുറേ അധികാരികൾ അവിടെ അർഹരാകാൻ ആളുകൾ ഉണ്ടായിട്ടും യൂസുഫ് നബി മുമ്പ് കയറി പറഞ്ഞതല്ല. അവിടെ ആകെ ഒരാൾ അതിനെക്കുറിച്ച് അറിയണ ആളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അധികാരം ചോദിച്ചു വാങ്ങൽ നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ വിഷയം. എന്നിട്ട് വകദാലിക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കദാലിക എന്നുള്ളത് നിങ്ങൾ കുറേ ആയത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്രകാരം എന്നതിൻ്റെ അർത്ഥം. ഈ അപ്രകാരം എന്നുള്ളതിൻ്റെ തഫ്സീർ വലുതാണ്. എന്താ നിങ്ങൾ, യൂസുഫ് നബി അലൈഹി സ്വലാമക്ക് തൻ്റെ ഇക്കാക്കമാർക്ക് യൂസുഫിനോട് എന്താ ഉണ്ടായത്? ആദ്യം ഒന്ന് പറഞ്ഞാണ് എല്ലാവരും. എന്താ ഉണ്ടായത്? അസൂയ. ആ അസൂയ ഇല്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി എവിടെ എത്തൂലായിരുന്നു? കൊട്ടാരത്തേക്ക് ചാടല്ലേ നിങ്ങൾ, കിണറ്റിലെത്തൂലായിരുന്നു. ആ കിണറ്റിൽ യൂസുഫ് നബി എത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കച്ചവടക്കാരെടുത്ത് മിസ്ർ കൊണ്ടുപോലായിരുന്നു.
മിസ്റിൽ അദ്ദേഹം അടിമയായി എത്തിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം കൊട്ടാരത്തിലെത്തൂലായിരുന്നു. അടിമച്ചന്തയിൽ അദ്ദേഹത്തെ കച്ചവടാക്കിയുണ്ടല്ലേ കൊട്ടാരത്തിൽ എത്തിയത്. കൊട്ടാരത്തിൽ അസീസിന്റെ ഭാര്യ അദ്ദേഹത്തെ പ്രീണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ജയിലിൽ പോകില്ലായിരുന്നു. ജയിലിൽ പോകില്ലായിരുന്നെങ്കിൽ യൂസുഫ് നബി ഒരിക്കലും ഈ നാടിൻ്റെ ഭരണാധികാരി ആകില്ലായിരുന്നു. അപ്പം അള്ളാഹിൻ്റെ ഉദ്ദേശം എന്താ? ഇങ്ങനൊക്കെ കയറി ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഇവിടെ എത്തണം. നമ്മൾ വിചാരിച്ചോടത്തൊക്കെ റോക്കറ്റ് പോണാരി പോകൂല. അതാണ് കുന്നുമിറക്കം. ഒരു കുന്ന് കയറിയാൽ ഇറക്കുണ്ടാകുമെന്ന് നിർബന്ധമാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എന്ത് കാഴ്ചവെക്കണം? ക്ഷമ കാഴ്ചവെക്കണം. അതാണ് വക്കദാലിക, ആ വലിയ ചരിത്രം. അപ്രകാരം മക്കനാൽ യൂസുഫിന് നാം അധികാരം നൽകിയതാണ്. ജയിലിൽ കേവലം നിന്ദനാക്കി ജനങ്ങൾ കണ്ട് കൊണ്ടുപോയിട്ട യൂസുഫിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് വേറൊരു ചരിത്രമാണ്. എന്താണ്? അധികാരത്തിൻ്റെ ഉന്നത കസേരകൾ നൽകിയതാണ്. അള്ളയാണ് പറയണത്. ആ മൈൻഡിൽ കേൾക്കും. മക്കന്നാലി യൂസുഫ്. എവിടെയാണ് അള്ളാഹു അധികാരം കൊടുത്തത്? ഫിൽ അർള്. എവിടെയാണ്? ഫിൽ അർള്. അർള് എന്നുള്ളതിന് പല അർത്ഥമെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഇവിടെ പറഞ്ഞ അർള് ഭൂമി എന്നല്ല അർത്ഥം. അർളു മിസ്ർ, മിസ്ർ നാട്, ഈജിപ്ത്. അതാണ്. ആ ഒരു പരിമിതിയിലേക്ക് അതിനെ ചുരുക്കണം. മിസ്ർ നാട്ടിൽ അദ്ദേഹത്തിന് നാം അധികാരം നൽകി. യതബവ്വഉ മിൻഹ. തുടർന്നുള്ള പറയാണ്, അവിടെ അദ്ദേഹം ഇറങ്ങി താമസിക്കുന്നവനായിരുന്നു. യഥേഷ്ടം. യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്റുകാരനല്ല. അടിസ്ഥാനപരമായി യൂസുഫ് നബി മിസ്റുകാരനല്ല. യൂസുഫ് നബിയുടെ നാട് ഫലസ്തീനാണ്. യൂസുഫ് നബി ഈജിപ്തിലെത്തിയത്, മിസ്റിലെത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കേട്ടു. ഇക്കാക്കന്മാർ കിണറ്റ് കൊണ്ടിട്ട് അങ്ങനെ പോയതാണ്. അതുകൊണ്ട് തന്നെ ബനു ഇസ്രായേലർ പിന്നീട് ജീവിച്ചത് ഈജിപ്തിലാണ്. അതുകൊണ്ടല്ലേ മൂസാ നബിക്ക് അവിടെ എത്തിയത്. പിന്നീട് മൂസാ നബിയും ബനു ഇസ്രായേലരെ അള്ളാഹു പഴയ നാട്ടിൽ എത്തിച്ചിട്ടുണ്ട്, ഫലസ്തീനിലേക്ക്. കടൽ പിളർത്തിയിട്ട് എവിടെ എത്തിച്ചത്? ഫലസ്തീനിലാണ്, പരിശുദ്ധ ഭൂമിയിലാണ്. കടൽ പിളർത്തിയിട്ട് പരിശുദ്ധ നാട്ടിലെത്തിയപ്പോൾ ബനു ഇസ്രായേലർ 6 ലക്ഷം പേരുണ്ടായിരുന്നു. അള്ളാഹു ഓരോട് ആവശ്യപ്പെട്ടെന്താ? സുജൂദ് ചെയ്തിട്ട് കിടക്കണം. ഓലെന്താ പറഞ്ഞത്? ഞങ്ങൾ സുജൂദ് ചെയ്യൂല. ഹിത്തത്തുൻ എന്ന് പറയാൻ പറഞ്ഞു. പക്ഷെ ഓല് പറഞ്ഞ ഹൻതത്തുൻ എന്നാണ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞു, ഞാൻ ഈ വലിയ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് ഞാൻ പറഞ്ഞൊരു സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂലെങ്കിലേ നിങ്ങൾ 40 കൊല്ലം ഇവിടെ നിന്നോളി എന്നാണ് പറഞ്ഞത്. എവിടെ? തീഹു മരുഭൂമിയിൽ. അള്ളാഹ് ഓല് കൊടുത്ത പണിഷ്മെന്റ് ഒരു 40 കൊല്ലം ഇവിടെ നിന്നോളി. എവിടെ? മരുഭൂമിയിൽ. എങ്ങനത്തെ ആൾക്കാരോട് ഈ പറയണത്? ഫലപുഷ്ടമായ മണ്ണുള്ള നെയിലിൻ്റെ കരയിൽ സമൃദ്ധമായ കൃഷി വിളയുന്ന മണ്ണിൽ നിന്ന് അവർ ഫലസ്തീനിലെത്തിയിട്ട് നല്ല പറഞ്ഞത് കേൾക്കാതായപ്പോൾ മൊട്ട മരുഭൂമിയിൽ 40 കൊല്ലം. കാരുണ്യവാനായ റബ്ബ് അവർക്ക് ആ സമയത്ത് മഴമേഘം തടലിട്ട് കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ കൊടുത്ത ഫുഡ് ഉണ്ടായിരുന്നില്ലേ? മന്നയും ഇതൊക്കെ ഫലസ്തീനിൻ്റെ മണ്ണിൽ നടന്നതാ. ചെറിയ തലവേദന എന്നല്ല കേട്ടോ മൂസാ നബി തൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് സഹിച്ചിട്ടുള്ളത്. ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ യഥാർത്ഥ നാട് ഫലസ്തീനാണ്. പിന്നെ മിസ്റിലേക്ക് എത്തിയത് അങ്ങനെയാണ്. ഇതെന്താ പറഞ്ഞത്? യതബവ്വഉ മിൻഹ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം ഇറങ്ങി താമസിക്കുന്നവനായി. നിങ്ങൾ ഈ യതബവ്വഉ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ചില പൊതുപരിപാടികളിലൊക്കെ നമ്മളെ പ്രഭാഷകന്മാർ ഉദ്ധരിക്കുന്നൊരു ഹദീസില്ലേ അല്ലേ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഫൽയതബവ്വ റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. നരകത്തിൽ സീറ്റ് റിസർവ്. നബിയുടെ പേര് നുണ പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട് ഒരു മടിയില്ലാതെ നബിൻ്റെ പേര് നുണ പറയുന്ന ആൾക്കാർ അല്ലേ? നല്ലോണം ആലോചിച്ചു. ഗൗരവമാണ് കാര്യം. അപ്പം അവിടെ വന്നൊരു വാക്കാണ്. അദ്ദേഹം അവിടെ ഇറങ്ങി താമസിക്കുന്നവനായി തീർന്നു. മിസ്റിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിന് നാം നല്ല താമസ സൗകര്യം കൊടുത്തു എന്ന് പറയുന്നത്. ഹൈഫു യശാ,
അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നിടത്ത് താമസിക്കാൻ മാത്രം അധികാരങ്ങൾ ഞാൻ കൊടുത്തു. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. എങ്ങനെയുള്ള യൂസുഫ് നബി ആയിരുന്നു? 4 ചുമരിൻ്റെ ഉള്ളിൽ 12 കൊല്ലം കഠിനമായ പീഡനം അനുഭവിച്ച് കഴിയുന്ന യൂസുഫ് നബി സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും അറിഞ്ഞ് പറക്കണം. എവിടെയും താമസിക്കണം, അധികാരങ്ങൾ കൈകളിൽ, നല്ല സ്ഥാനം, വിശ്വസ്തൻ, പ്രവാചകൻ, സൗന്ദര്യം, അധികാരങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു എന്നാണ്. ഇസ്ലാമിക ചരിത്രം വായിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം അദ്ദാസ്. ആരാണ്? കേട്ടിട്ടുണ്ടോ അദ്ദാസിനെ? ഉണ്ടോ? അദ്ദാസിനെ നമ്മളൊന്ന് ഓർത്തു വെക്കണം. അദ്ദാസിൻ്റെ യഥാർത്ഥ ദേശം നീനവ. അതിസമ്പന്നമായ തറവാട്ടിൽ വളർന്ന ധീരനായ വ്യക്തിയാണ് അദ്ദാസ്. അദ്ദേഹം നല്ല വായനക്കാരനാണ്, പഠനക്കാരനാണ്, പ്രവാചകന്റെ കാലക്കാരനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വേദഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോൾ അറേബ്യൻ ദേശത്താണ് ആ പ്രവാചകൻ വരിക എന്ന് കേട്ടപ്പോൾ നീനവ പ്രദേശത്ത് നിന്ന് വണ്ടി കയറിയിട്ട് ത്വായിഫിൽ വന്ന് താമസിച്ച ആളാണ് അദ്ദാസ്. അന്ന് അന്യനാട്ടിൽ നിന്ന് സ്ഥിരതാമസക്കാരനായി മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അടിമയായിട്ട് പോകണം, അല്ലാതെ കഴിയില്ല. അപ്പോൾ അതിസമ്പന്നനായ അദ്ദാസ് പ്രവാചകനെ കണ്ടെത്താൻ, ആ നബി ആരാണോ ആ നബിയെ കണ്ടെത്താൻ അദ്ദേഹം 2 പേരുടെ അടിമയായി ജീവിച്ചു. എന്തിനു വേണ്ടി? നബിയെ കാണാൻ. ആ 2 പേരാരങ്ങൾ? സഖീഫ് ഗോത്രത്തിലെ പ്രമുഖരായ ഹബീബായ നമ്മുടെ മുത്തുനബിയുടെ ഏറ്റവും വലിയ 2 ശത്രുക്കളായ ഉത്ബയും ഷൈബയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പീഡനങ്ങൾ സഹിക്കാതെ ഹിജറ പോയ 1ാമത്തെ നാടാണേത്? ത്വായിഫ്. ത്വായിഫിക്ക് പോകാൻ കാരണം എന്താ? അവിടെ നബിൻ്റെ ഉമ്മ ആമിനയുടെ ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ പേരാണ് സഖീഫ്. ഇന്നും സഖീഫിൽ, നിങ്ങൾക്ക് ത്വായിഫിൽ ചെന്നാൽ സഖീഫുകാർ താമസിച്ച ഭാഗം മതിൽ കെട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നബിയെ തെണ്ടിപ്പിള്ളർ കല്ലെറിഞ്ഞ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് കാണാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സങ്കടമാണ് അവിടുത്തെ കഥകൾ. ഇന്നും അവിടെ ഒരു മസ്ജിദുണ്ട്. ആ മസ്ജിദിൻ്റെ പേരാണ് മസ്ജിദ് അദ്ദാസ്. അദ്ദാസ് അടിമയായി അവിടെ പോയിന്നെന്തിനാണ്? ഒരു നബി നാട്ടിൽ വന്ന് അയാളെ കാണാൻ. ആ ആഗ്രഹം കൊണ്ട് തന്നെ ചില നിമിത്തങ്ങൾ അങ്ങനെയാണല്ലോ. നബിക്ക് പീഡനം സഹിക്കാതെ നബി ത്വായിഫിക്ക് പോയത് എന്തിനാ? ഒരു കാരണം എന്താ അറിയുക? നബിക്ക് സുരക്ഷ കിട്ടണം. 2ാമത്തെ കാരണം എന്താ അറിയോ? നബിനെ അന്വേഷിച്ചെടുക്കുന്ന ഒരാളുണ്ട് അവിടെ, പേര് അദ്ദാസാണ്. അയാളിലേക്ക് നബിനെ എത്തിച്ചു. അതിന് പല കാരണങ്ങൾ മക്കത്തുണ്ടായി. അങ്ങനെയാണ് അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? രസം കേൾക്കണോ? ഈ അദ്ദാസ് എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 ദിവസമാണ് അവിടെ നിൽക്കേണ്ടി വന്നത്. ദഅവത്ത് ചെയ്തു. നാട്ടുകാരൊക്കെ എറിഞ്ഞാട്ടി. പ്രമുഖർ ചോദിച്ചെന്താ അറിയോ? നബിയാക്കാൻ നിന്നെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? അപ്പം ഞാനിവിടെ ഹത്തീബാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഹത്തീബാകാൻ എന്നല്ലാതെ വേറെ ആരും കിട്ടിയില്ല ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വേദനയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള വേദനയാണ്. നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരാൾ പറഞ്ഞാലോ? ഹബീബായ പ്രവാചകൻ നസീഹത്തിൻ്റെ അങ്ങേ തലയിൽ ജീവിക്കുന്ന ആളാണ്. ആ നബിയോട് ചോദിക്കണം, എന്നല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലടോ? ഈ കളിയാക്കലുകളും പരിഹാസങ്ങളൊക്കെ ആയിട്ട് ചേർന്നപ്പോൾ നിങ്ങൾ എനിക്ക് സുരക്ഷ തരണ്ട, ഞാൻ വേറെ ആരോടെങ്കിലും ഇവിടെ സുരക്ഷ ചോദിച്ചോട്ടെ, അങ്ങനെ ഒന്നും നിങ്ങൾ സമ്മതിക്കുമോ? ഓല് പറഞ്ഞു, പാടില്ല, വിട്ടോ. ത്വായിഫിൻ്റെ മണ്ണെന്ന് കൂർത്ത കല്ലുകളുള്ള മലമുകളിലൂടെ സെയ്ദ് ബിൻ ഹാരിസയുടെ കൂടെ കാൽനടയാത്രയായി മുത്ത് ഹബീബ് നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ് കിട്ടിയില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഏറ് കിട്ടിയില്ലേ? ആ ഏറ് കിട്ടിയിട്ട് കാലിൽ നിന്ന് നണമൊഴുകുമ്പോൾ, അത് രക്തം ഭൂമിയെ ടച്ച് ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കാലിൽ ആയ മുറിവിനേക്കാൾ വലിയ മുറിയായത് തൻ്റെ ഹൃദയത്തിലായിരുന്നു. ഉമ്മാൻ്റെ നാട്ടുകാർ വരെ ആട്ടി. ഇനി പോകാനുള്ളത് അങ്ങോട്ടാ ആ കടിച്ചു കയറാൻ കാത്തു നിൽക്കുന്ന മക്കക്കാരിലേക്ക് തന്നെയാണ്. എന്താണ് നബിയുടെ ഹൃദയം? ഞാൻ വല്ലാതെ നീട്ടി പറയണില്ല, അത് വിഷയത്തിലേക്ക് വരാം. ഏറ് കിട്ടിയിട്ട് നബി ഓടിയത് എങ്ങോട്ടാ? ഞങ്ങൾ ഉത്ബയുടെയും ഷൈബയുടെയും ഈന്തപ്പന മരത്തോട്ടത്തിലേക്ക്. ഓരോ മരച്ചോട്ടിൽ നബി മറിഞ്ഞിരിക്കുമ്പോഴും അവിടെ ചെന്ന് എറിഞ്ഞിരുന്നതാണ്. ഓരോ മരങ്ങളുടെ ചുവടുകളിലേക്ക് നബി ഓടിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം
കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, കലങ്ങിയ ഹൃദയമായി, രക്തമൊഴുകുന്ന കാലുമായി സെയ്ദ് ബിൻ ഹാരിസയുടെ കൂടെ ഇരിക്കുമ്പോൾ നബിയുടെ ഉമ്മ ആമിനയുടെ കുടുംബക്കാരനാണ് ഉത്തുബയും ഷെയ്ബയും. അവരുടെ മനസ്സ് വരെ അലിഞ്ഞുപോയി എന്നാണ്. അവിടെ നിൽക്കുന്നൊരു വൃദ്ധനായ വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് അദ്ദാസ്. അദ്ദാസ് പോലെ അടിമയാണല്ലോ, പറഞ്ഞില്ലേ? അദ്ദാസിനോട് പറഞ്ഞതാ ഉത്തുബയും ഷെയ്ബയും പറയാണ്, ഈ മുന്തിരിക്കൊല ആയിരിക്കണം മുഹമ്മദിനൊന്ന് കൊണ്ടുപോയി കൊടുത്ത. കണ്ടിട്ട് സഹിക്കണില്ല. അള്ളാഹിൻ്റെ റസൂലിലേക്ക് അദ്ദാസിനെ എത്തിക്കണത് രൂപം കണ്ണങ്ങൾ. എന്തിനാ അദ്ദാസ് ഇവിടെ വന്നത്? ഒരു നബി വന്ന് കാണാം. നബിയാണെന്ന് പോലും അദ്ദേഹത്തിന് അപ്പം അറിയില്ല. ഏറ് കിട്ടിയാൽ നബിയാണെന്ന് അയാൾക്ക് അറിയില്ല. മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ മുന്തിരിയുമായിട്ട് ചെന്നപ്പോൾ അദ്ദാസ് അത് കൈനീട്ടി കൊടുത്തപ്പോൾ മുത്തുനബി ഒന്നും ചോദിച്ചില്ല, വേടിച്ചു. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തിന്നു. തിന്ന സമയത്ത് അദ്ദാസിൻ്റെ ഒരു ചോദ്യം, ബിസ്മില്ലയോ? ഞങ്ങളിവിടെ കുറേ നാട്ടിൽ കുറേ ഭക്ഷണം കഴിക്കണോ, ഞങ്ങളാരും ഇപ്പം ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ, ഇതെന്താ ബിസ്മില്ല അല്ലേ? ആ സമയത്ത് ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മര്യാദയാണ്. ചോദിച്ചു, നിങ്ങളാരാണ്? എൻ്റെ പേര് മുഹമ്മദ്. റസൂൽ ചോദിച്ചു, നിങ്ങളാരാണ്? എൻ്റെ പേര് അദ്ദാസ്, നീനവ പ്രദേശത്തുകാരനാണ്. കേട്ട ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആ നീനവ പ്രദേശത്തുകാരനാണോ? യൂനുസ് ബിൻ മത്തായിയുടെ നാട്ടുകാരനാണോ? യൂനുസ് നബിയുടെ മുഴുവൻ പേരെന്താ? യൂനുസ് ബിൻ മത്തായി. ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അദ്ദാസ് ചോദിച്ചു, യൂനുസ് നബിയെ നിങ്ങളെങ്ങനെ അറിയും? അപ്പൊ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം എൻ്റെ സഹോദരനാണ്, പ്രവാചകൻ എന്നുള്ള എൻ്റെ സഹോദരനാണ്. അപ്പൊ നിങ്ങളാരാണ്? ഞാൻ ഇവിടേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അദ്ദാസ് നബിയെ കെട്ടിപ്പിടിച്ചിട്ട് തല മുതൽ കാലിൻ്റെ അടി വരെ ഉമ്മ വെച്ചു. കാരണം അന്വേഷിച്ച ആളെ കണ്ടെത്തിയിരിക്കുന്നു. ആ സംഭവം നടന്ന സ്ഥലത്ത് ഇന്നും ഒരു പള്ളിയുണ്ട്, മസ്ജിദു അദ്ദാസ്. അദ്ദേഹം ആ നാട്ടുകാരനല്ല. സത്യം അന്വേഷിച്ചിറങ്ങിയപ്പോൾ പല സ്ഥലത്തും തട്ടിയിട്ട് മുട്ടിയിട്ട് നബിന് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അങ്ങനെ അടിമയായ യൂസുഫ് പിന്നെ ആരായി തീർന്നു? മിസ്റിൻ്റെ ഉടമയായി തീർന്നു എന്നാണ്. പക്ഷെ അതിനിടയിൽ ഒരുപാട് വഴികൾ താണ്ടിക്കടക്കേണ്ടി വന്നു. പല അവസ്ഥകൾ താണ്ടിയാണ് ഈ അധികാര കസേരയിലേക്ക് ആരെത്തിപ്പെട്ടത്? യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിപ്പെട്ടത്. കേട്ടോ, ഇരിക്കട്ടെ. അതാണ് നമ്മൾ വായിച്ച വിഷയം. ഇനി ഇതൊക്കെയാണ് കാര്യങ്ങളെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നുസീബു ബിറഹ്മത്തിനാ മൻ നശാ. നുസീബ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നാം ബാധിപ്പിച്ചു എന്നാണ്. ബിറഹ്മത്തിന, നമ്മുടെ റഹ്മത്തിനെ, കാരുണ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഞാൻ നൽകിയെന്ന്. നമ്മളൊക്കെ ബേജാറാകേണ്ട ഒരു ഹദീസ് ഉണ്ട് കേട്ടോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ബേജാറാകേണ്ട ഒരു ഹദീസ് എന്താ പറയുക? അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളാരും നിങ്ങളെ അമലുകൾ കൊണ്ട് സ്വർഗത്ത് പോകില്ല. അങ്ങനെ ഹദീസില്ലേ നജ്മി? നിങ്ങളാരും നിങ്ങളെ അമലുകൾ കൊണ്ട് സ്വർഗത്ത് പോകില്ല. ഇല്ല അയ്യതഅമ്മദനി അല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങളെ വലയം ചെയ്യാതെ. അമലുകളിൽ റഹ്മത്ത് എന്ന് പറയുന്ന ചേരുവയുണ്ടെങ്കിലേ സ്വർഗത്ത് പോകുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം വേണം നമുക്ക്. അതിനെന്തൊക്കെ മാറ്റണമൊക്കെ മാറ്റും, അതിനെന്തൊക്കെ ക്ഷമിക്കും, അതിനെന്തൊക്കെ ചെയ്യാൻ റെഡി. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് സഹാബികളുടെ ചോദ്യം. അപ്പം നബിയങ്ങളോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് എന്നെയും വലയം ചെയ്യാതെ സ്വർഗത്ത് പോകില്ല. അതുകൊണ്ടല്ലേ വഫാത്തിൻ്റെ സമയത്ത് പോലും എന്ത് പ്രാർത്ഥിച്ചിട്ടാണ് മരിക്കണത്? അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ടാണ് മരിക്കണത്. നമ്മളും സുജൂദുകളിൽ റബ്ബിനോട് ചോദിക്കേണ്ട ഒന്നാണെന്ത്? റഹ്മത്ത്. റഹ്മത്ത് കിട്ടാൻ കുറേ വഴികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ട ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാം. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു ഫഅൻസിതൂ ലഅല്ലക്കും തുർഹമൂൻ.
വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ട ശ്രദ്ധിച്ച് കേൾക്കണേ. ഫാൻസിത്തു മിണ്ടാതിരിക്കണേ. ഖുർആൻ ഇങ്ങനെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ നാട്ടുവർത്തനം പറയാൻ പാടില്ല. ഖുർആൻ കേൾക്കുന്നുണ്ട്, എല്ലാവരും മിണ്ടാണ്ടിരിക്കണം. മിണ്ടാതിരിക്കുന്നൊരു സദസ്സാണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന അതുകൊണ്ടല്ലേ പ്രോഗ്രാം പൊതുപരിപാടികളൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഖുർആൻ ഇടാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവിടെ കുറേ ആൾക്കാർ പല വർത്തമാനത്തിലായിരിക്കും, തെറ്റാണോ ചെയ്യുന്നത്. അതുകൊണ്ട് അത് വേണ്ട. അവിടെ അതിടണോ, എല്ലാവരും മിണ്ടാതെ കേൾക്കണം. അല്ലെങ്കിൽ അത് ഖുർആനോടുള്ള അപമര്യാദയാണ്. കാരണം ഇത് നമ്മുടെ സ്വർഗ്ഗമാണ്, ഇത് നമ്മുടെ സ്വർഗത്തേക്കുള്ള റൂട്ട് മാപ്പാണ്. അതിനെ നമ്മൾ കണ്ട പോലെ ചെയ്യണം. അപ്പോൾ റഹ്മത്ത് കിട്ടാനുള്ള വഴി അതാണ്. ധാരാളം കാര്യങ്ങൾ വേറെയുണ്ട്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലേ? ഏതാണ് ഹദീസ്? ഇർഹമു മൻഫിൽ അർദ് ഇർഹമുക്കും മൻഫിസ്സം. അതൊക്കെ അല്ലേ, മനുഷ്യന്മാരോട് കരുണ കാണിക്കുക, ജീവജാലങ്ങളോട് കരുണ കാണിക്കുക, സൽസ്വഭാവികളായി തീരുക, ഇതൊക്കെ അതിൻ്റെ വഴികളാണ്. അപ്പോൾ ആ റഹ്മത്തും കിട്ടിയ ആളാണ് ആര്? ചില്ലറക്കാരനല്ല കേട്ടോ യൂസുഫ് നബി അലൈഹി സ്വലാം. അധികാരങ്ങൾക്ക് പുറമെ, സൗകര്യങ്ങൾക്ക് പുറമെ അള്ളാഹ് റഹ്മത്തും കൊടുത്തു. അള്ളാഹ് പറയാണ് മന്നശാ, അത് ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ കൊടുക്കുമെന്നല്ല പറയണം. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരിൽ ഒരു മുക്ക് പള്ളിയിൽ ഈ ഖുർആൻ ക്ലാസ് കേൾക്കണേ നമ്മളൊക്കെ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹ് പറയാണ് വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ പ്രതിഫലം അള്ളാഹ് ഒരിക്കലും പാഴാക്കൂല. എത്ര വട്ടാണ് ഈ സൂറത്തിൽ മുഹ്സിനീൻ എന്ന് വന്നത്. യൂസുഫ് നബിനെ ജയിലത്തെ 2 യുവാക്കൾ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇന്നാ നറാക മിനൽ മുഹ്സിൻ. നിങ്ങളൊരു മുഹ്സിനായ മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചില ആൾക്കാരെ മുഖം കണ്ടാൽ തോന്നും നല്ലൊരു മനുഷ്യനാണ്. ചില ആൾക്കാരെ കണ്ടാലോ എന്തൊരു കള്ളം, എന്തൊരു കള്ളത്തരുണ്ടല്ലോ എൻ്റെ മുഖത്ത്, അല്ലെ? കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിപ്പോൾ അതിന് പ്രത്യേക കോഴ്സൊന്നും വേണ്ട, ജീവിതാനുഭവം ഉണ്ടായാൽ മതി, അല്ലേ? ചില ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു സഹാബിയുടെ കാലത്ത്. കണ്ടാലേ ജീവിതത്തിൽ കാണാത്ത ആൾക്കാരായിരിക്കും സഹാബികൾ. കണ്ടാൽ പറയും അങ്ങനെ ആൾ ശരിയല്ല. യൂസുഫ് നബിനെ കണ്ടപാടെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത യുവാക്കൾ ആ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് നിങ്ങളൊരു മുഹ്സിനാണ്. അത് അള്ളാഹ് എന്താ പറയുക, അള്ളാഹ് ചില ആൾക്കാർക്ക് ഒരു കബൂലിയത്ത് കൊടുക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ട ആൾക്കാർ എവിടെ ചെന്നാലും ഓൽക്കൊരു സ്വീകാര്യത ഉണ്ടാവും. ആ സ്വീകാര്യതയെ വെട്ടിമുറിക്കാൻ ഒരുത്തരും കഴിയില്ല. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ദഅ ജിബ്രീൽ, ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടുള്ള ജിബ്രീലിനെ വിളിക്കും. ഇഷ്ടപ്പെടടാ ജിബ്രീൽ, ഞാനാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ജിബ്രീൽ ഇഷ്ടപ്പെടും. ഒരു ജിബ്രീലിൻ്റെ അനൗൺസ്മെന്റ് ആകാശത്തുള്ള മലക്കുകളോട്, അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാനും ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ. കോടിക്കോടി മലക്കുകൾ. അതിലിപ്പോൾ ഈ ഇരിക്കണ ആരപ്പം ഉണ്ടാകുക? അങ്ങനെ കണ്ടുകിട ഒരാൾ കെട്ടിപ്പിടിച്ച് കൊടുക്കരുത്. നമുക്ക് അറിയാത്തോണ്ടാ, അല്ലേ? ഓനല്ല ഔലിയ, അത് അറിയാത്തത് നന്നായി. പക്ഷെ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ശ്രമങ്ങൾ നടത്തണം, സഗൗരവമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് ആത്മാർത്ഥമായി നന്മ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആരാണ്? മുഹ്സിനീങ്ങൾ. ഓർക്ക് അള്ളാഹ് ഓല പ്രവർത്തനങ്ങൾക്ക് പാഴാക്കാതെ പ്രതിഫലം കൊടുക്കുന്നത്. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന 2 ആയത്ത് ഏതറിയോ? ഏതാ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അതുപോലെ തന്നെ ഖൈറൻ യറ. 2 രൂപത്തിലുള്ള പറഞ്ഞു. ആരാണോ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്യണത്, അണുമണിത്തൂക്കം തിന്മ ചെയ്യണത്, അള്ളാഹ് അത് കാണിച്ചു കൊടുക്കും. ഇതാണ് അത്ര ഖുർആൻ ഏറ്റവും പേടിപ്പെടുത്തുന്ന 2 ആയത്ത്. കാരണം എന്താ? നിങ്ങൾ വിചാരിച്ചോ വെള്ളിയാഴ്ചയുടെ ഈ ഇരുത്തം അള്ളാഹ് വിട്ടുവോ എന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇല്ല. അത് അള്ളാഹ് ഇങ്ങനെ കൂട്ടി നാളെ തരും. അള്ളാഹു നൽകുമാറാകട്ടെ. എന്തും നമ്മൾ ഇന്നലെ സംഘടിപ്പിച്ച പ്രോഗ്രാം, അതിനുവേണ്ടി നമ്മൾ അധ്വാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന അദ്കാറുകൾ, ഓതുന്ന ഖുർആനിൻ്റെ ആയത്തുകൾ, നൽകുന്ന സ്വതക്കകൾ, കേൾക്കുന്ന നന്മകൾ എല്ലാം 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 നാളെ പരലോകത്ത് അള്ളാഹു കാണിച്ചു തരും. ആ മുഹ്സിനീങ്ങളെ നന്മ ഒരിക്കലും ലീക്കായി പോവില്ല. നമ്മൾ മറന്നിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹ് മറക്കൂല. ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹ് പറയാണ്, ദുനിയാവിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഇതിനേക്കാളൊക്കെ ഹൈർ ഏതാണ്? പരലോകമാണ്. കണ്ട ഈ വിഷയം പറഞ്ഞിട്ട് അള്ളാഹ് പറയണത് എന്താ? വല അജ്റുൽ ആഖിറ. നമ്മളൊന്ന് ഓതിയ ലാസ്റ്റത്തെ ആയത്താണ്. ഞാൻ എന്തുകൊണ്ടാണ് 2 കുഞ്ഞി ആയത്ത് ഓതിയിട്ട് നിർത്തിയത്?
ഇത്രമേൽ വിശദീകരണം അർഹിക്കുന്ന ആയത്തുകളാണ്. വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. എന്താ പറഞ്ഞത്? വല അജ്റുൽ ആഖിറ എന്നല്ലേ പരലോകത്തിലുള്ള പ്രതിഫലമാകട്ടെ. ഈ ആയത്തിലെ തഫ്സീർ പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഈ പരലോകത്തിലുള്ള നന്മയും കൊയ്തെടുത്തവനാണ് യൂസുഫ് നബി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. യൂസുഫ് നബിക്ക് ദുനിയാവിൽ മാത്രമല്ല ഉള്ള അധികാരങ്ങൾ കൊടുത്തത്, പരലോകത്തിലും അദ്ദേഹം ആരാണ്? സ്ഥാനീയനാണ്. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഭാഗ്യമുള്ള കാര്യം. എന്താ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കല? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അതാണത്. ദുനിയാവിൽ കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവത്തെ ഹസനാത്തുകളാണ്. പരലോകത്ത് കിട്ടുന്ന ഹസനാത്തിന് ഏറ്റവും വലിയ ഹസനാത്താണ് സ്വർഗം. ഏതാണ്? സ്വർഗം. എന്നിട്ട് അല്ലാഹ് പറയാണ്, ബാങ്ക് കൊടുത്ത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഓതിയ ലാസ്റ്റത്തെ 57-ാമത്തെ ആയത്ത്, വല അജ്റുൽ ആഖിറ പരലോകത്തുള്ള പ്രതിഫലമാകട്ടെ ഖൈറുൻ അതാകുന്നു നല്ലത്. ആർക്ക് നല്ലത്? ലില്ലദീന ആമനു യഥാർത്ഥത്തിൽ വിശ്വസിച്ച് അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഖൈറെന്താണ്? പരലോകമാണ്. അതുപോലെ തന്നെ വക്കാനു യത്തഖൂൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കും ഏറ്റവും ഹയർ ഏതാണ്? പരലോകമാണ്. അപ്പം എന്തിനാ ഈ ആയത്ത് ഈ വിഷയത്തിനിടയിൽ കൂടുന്നത്? അള്ളാഹു എന്ത് കഥകൾ ഖുർആനിൽ പറയണ്ടെങ്കിലും എന്ത് വിഷയങ്ങൾ പറയണ്ടെങ്കിലും അതൊക്കെ മനുഷ്യനെ പരലോകത്തേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് ഈ കഥയുടെ തിരക്കിനിടയിൽ പരലോകം മറക്കണ്ട വിചാരിച്ചുകൊണ്ട് അള്ളാഹു പരലോകവുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് കൊടുന്നേച്ചു. ഈ ആയത്ത് പറഞ്ഞ് നേരെ അടുത്ത വിഷയതരങ്ങൾ യൂസുഫ് നബിയുടെ ഇക്കാക്കമാരെ കണ്ടുകിട്ടുന്ന കഥയ്ക്ക് തന്നെ തിരിച്ചു പോവാം. അല്ലാഹുവിൻ്റെ ഖുർആൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ജനങ്ങളെ പരലോകത്തേക്ക് സമുദ്ധരിക്കുക എന്നാണ്. കാരണം ആ പരലോകത്ത് സംവിധാനിച്ച റബ്ബിനറിയാം അത് ഭീകരമായ രോഗമാണ് എന്ന്. അതിൻ്റെ ഭീകരതയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഒരു ദിവസം കഴിയണമെങ്കിൽ 50,000 കൊല്ലം കഴിയണം എന്നാണ് മുത്തുനബി പറഞ്ഞത്. 50,000 കൊല്ലം. ഈ 50,000 കൊല്ലം മഹ്ശറിൽ നിൽക്കുകയാണ്. ചുട്ടുപഴുത്ത സൂര്യൻ്റെ താഴെ ആ വിയർപ്പിൽ മുങ്ങിയിട്ട് നിര്യാണി വരെ, മുട്ടുവരെ, അരവരെ, വഫിയാദാനിഹിം
അവരുടെ ചെവി വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ അമലനുസരിച്ചാണ്. പക്ഷെ ഒരു സെക്കൻഡ് പോലും സൂര്യൻ്റെ വെയിൽ കൊള്ളാതെ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 കൂട്ടരുണ്ട്. ആ അർശിൻ്റെ തണൽ കിട്ടുന്നവരിൽ നമ്മൾക്ക് പെടാൻ പറ്റണം. അതിന് ചെറിയൊരു പരിശ്രമം നടത്തിയേ പറ്റും. അള്ളാഹു നമ്മെ അതിൽ ഒരാളാക്കി മാറ്റുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ 7 വിഭാഗം ആരാണെന്നുള്ളത് വിശാലമായിട്ട് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. പല ആളുകൾക്കും അത് ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല. ഞാനത് വിശദീകരിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോണില്ല. എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് വിശ്വാസികളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച. പ്രത്യേകമായൊരു കുളി, പ്രത്യേകമായ ചില ഡ്രസ് കോഡുകൾ, പ്രത്യേകമായൊരു 2 റക്അത്ത് നിസ്കാരം. പെരുന്നാളിൻ്റെ പ്രത്യേകത എന്തൊക്കെ തന്നെയല്ലേ? ചെറിയ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെയൊക്കെ പ്രത്യേകത ഈ പറഞ്ഞൊക്കെ തന്നെയല്ലേ? പ്രത്യേകമായൊരു കുളി, വെള്ളവസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ അത്തറടിച്ച് പള്ളിയിൽ വരിക. പുരുഷന്മാരാണെങ്കിൽ 2 റക്അത്ത് വെള്ളിയാഴ്ച മാത്രമുള്ള നിസ്കാരം. ജുമാക്ക് അത് ളുഹറിന് പകരമൊന്നുമല്ല, അത് വെള്ളിയാഴ്ച മാത്രമുള്ള നിസ്കാരമാണ്. ആ വെള്ളിയാഴ്ചയുടെ ഈ ഒരു സുന്ദരമായ സന്ദർഭത്തിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഇമാമിൻ്റെ വായിൽ നിന്ന് പ്രത്യേകം സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ആല. സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല. ആ സൂറത്തിലെ ഒരായത്ത് എന്താ പറയുക? വലൽ ആഖിറത്തു ഖൈറുൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഏറ്റവും ഖൈറായ ലോകം പരലോകം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. അതിനു മുമ്പ് പറഞ്ഞു അല്ലേ? പക്ഷെ നിങ്ങൾ ദുനിയാവിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന ചില ആളുകളുണ്ടെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സഹോദരങ്ങളെ, 2 ഗ്ലാസ് പാല്, ആ പാല് കൊണ്ടുവന്ന് വെച്ച ആൾ പറയാണ് ഈ വലത് ഭാഗത്തുള്ള പാലിൽ കൊടിയ വിഷമുണ്ട്. ഈ ഇപ്പുറത്ത് വെച്ച പാല് നല്ല പ്യുവർ പാലാണ്. ബുദ്ധിയുള്ള ആളെ ഏതാ തിരഞ്ഞെടുക്കുക? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര ക്ലാരിറ്റിയോടെയാണ് അള്ളാഹ് ദുനിയാവും പരലോകവും പഠിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് കാഹളത്തിൽ ഊതുമ്പോൾ വനുഫിഖ ഫിസ്സൂർ അല്ലേ? വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖബറ കുഴിമാടങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന്, ഗംഗാനദികളിൽ നിന്ന്, ഇതിനൊന്നും കിട്ടാതെ കത്തിക്കരിഞ്ഞു പോയ ഇടങ്ങളിൽ നിന്ന് അള്ളാഹു മനുഷ്യരെ കൊണ്ടുവരും. അന്ന് ഖുർആൻ പറയുന്നുണ്ട്, ഇസ്രാഫീലിൻ്റെ ഊത്തിൽ മനുഷ്യന്മാരെ എണീറ്റ് വരുന്ന സമയത്ത് ഒരു നാട്ടക്കുറിയുടെ അരികിലേക്ക് ഓടിയെടുക്കുന്നത് പോലെ അവർ പരലോകത്തേക്ക് ഓടിയെടുക്കുന്നതാണ്. അന്ന് ചില കാഫറുകളായ ആളുകൾ പറയും, ഞങ്ങൾ ഉറങ്ങിയിരുന്നല്ലോ, ആരാ ഞങ്ങൾ ഉറക്കത്ത് വിളിച്ചത്? ഓല ഉറങ്ങിയിരുന്ന ഖബറിൽ? കാഫറുകൾ ഖബറിൽ ഉറങ്ങണോ? കഠിനമായ ശിക്ഷയിലായിരുന്നു. പിന്നെന്താ ഓല ഉറങ്ങിയിരുന്നു എന്ന് പറഞ്ഞത്? തഫ്സീർ വായിച്ചാൽ കാണാം, ഈ ഖബറിൽ നടന്നതിനേക്കാൾ അതിഭീകരമായ ലോകമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പം അതിനപേക്ഷിച്ച് ഇവർക്ക് ഇത് കുറച്ച് ഭേദമാണ്. അതുകൊണ്ടാണ് വർത്താനം പറഞ്ഞതാണ്. റബ്ബിൻ്റെ മുന്നിൽ മനുഷ്യർ വിവസ്ത്രരായി നിൽക്കുന്ന പറഞ്ഞത് അല്ലേ? അവ്വലു ഖൽഖിൻ നുഈദു, ഒന്നാമത് നിങ്ങൾ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് വന്നത് എങ്ങനെയാ? അതുപോലെ വയസ്സ് വ്യത്യാസം ഉണ്ടാവും. ആയിഷ ബീവിയുടെ സംശയം, പരസ്പരം നോക്കൂ, എന്തൊരു ബഅ്ളുഹും ഇലാ ബഅ്ള്, പരസ്പരം നോക്കൂലേ? മുത്തുനബി പറഞ്ഞു, നോക്കാൻ പറ്റിയ സിറ്റുവേഷനല്ല ആയിഷ, അതിനൊന്നല്ല അപ്പം അവിടെ പ്രാധാന്യം. ബാത്റൂമിൽ ഇങ്ങനെ പാട്ടും പാടി കുളിക്കുമ്പോൾ മൂർക്കം പാമ്പ് വന്നാൽ മുണ്ടെടുത്തുകൂടെ നോക്കൂല അല്ലേ? ചാടിപ്പടഞ്ഞ് ഓടും. കാരണം എന്താ? അപ്പം ചിന്ത എന്താണ്? രക്ഷപ്പെടല. അതിഭീകരതയുടെ ലോകം അവിടെ ചെന്ന് നിൽക്കുകയാണ് അല്ലേ? അങ്ങനെ ഒരു പ്രകാശം, മലക്കുകൾ ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അള്ളാനെ കാണാൻ പറ്റില്ല. അള്ളാഹ് ഹിജാബിൻ്റെ പിന്നിലാണ്. അള്ളാഹിൻ്റെ ഹിജാബ് നൂറാണ്. അള്ളാഹിനെ പരലോകത്ത് ആർക്കും കാണാൻ കഴിയില്ല, സ്വർഗത്തിൽ വെച്ചല്ലാതെ. ഈ കണ്ണുകൾ കൊണ്ട് റബ്ബിനെ കാണാനുള്ള തൗഫീഖ് റബ്ബ് തിരുമാറാകട്ടെ. വിചാരണ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ കഴിയുന്നതാണ്. 2 വിഭാഗങ്ങൾ.
ഈ പരലോകത്ത് അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം അതാകുന്ന ഏറ്റവും നല്ലത് എന്ന് ഈ സൂറത്തിൻ്റെ കഥക്കിടയിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ഈ വിഷയം പറഞ്ഞ ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് വല അജ്റുൽ ആഖിറതി ഖൈറുൻ, ഏറ്റവും നല്ല പ്രതിഫലത്തിൻ്റെ ലോകം അത് പരലോകാണ്, വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. ആരാണ് മുത്തഖീങ്ങളെന്ന് സൂറത്തുൽ ബഖറയുടെ ആദ്യ പേജ് വായിച്ചാൽ കിട്ടും. മുത്തഖീങ്ങൾക്ക് 4 ക്വാളിറ്റി ഉണ്ട്. ആ 4 ക്വാളിറ്റികളുള്ള ആളുകളാണ് മുത്തഖീങ്ങളെന്ന് പൂവുള്ള പേജിൽ ബഖറയിൽ ഫസ്റ്റത്തെ പേജിൽ. തഖ്വ എന്താണ് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യലും അള്ളാഹ് വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കലുമാണ് തഖ്വ. കഅബ് റളിയല്ലാഹുവിനോട് ഉമർ അള്ളാഹിനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കല്ലുകളും കൂർത്ത മുള്ളുകളുമുള്ള വഴിയിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ നീ നടക്കുമ്പോൾ ആ ഉപദ്രവങ്ങൾ നിന്റെ കാലിൽ തട്ടരുത് തറക്കരുത് എന്ന് വിചാരിച്ച് നിന്റെ ഓരോ സ്റ്റെപ്പുകളും എത്ര ശ്രദ്ധയോടെ മുന്നോട്ട് വെക്കുമോ അതാണ് തഖ്വ. ഈ തഖ്വയുള്ളവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നലിൽ മുത്തഖീന മഫാസ, ഇന്നലിൽ മുത്തഖീന മഫാസ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും തഖ്വയുള്ളവരാവുക. കണ്ണിനെ സൂക്ഷിക്കുക, കാതിനെ സൂക്ഷിക്കുക, നാവിനെ സൂക്ഷിക്കുക, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുക, കുടുംബരംഗം ശ്രദ്ധിക്കുക, കളവ് പറയാതിരിക്കുക, ജീവിതത്തിൻ്റെ രംഗത്ത് പരമാവധി. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇമാം അഹമ്മദ് ജയിലിൽ കിടക്കുമ്പോൾ വെള്ളിയാഴ്ചയായാൽ കുളിച്ചു മാറ്റി വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് മെയിൻ കവാടം വരെ വരും. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇതുവരെ വരുന്നത് എല്ലാ വെള്ളിയാഴ്ച? ഞാൻ പള്ളിയിൽ പോവാണ്. അതിന് നിങ്ങളെ പള്ളിയിൽ കൂടൂലല്ലോ. പള്ളിയിൽ കൂടണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കുളിക്കാൻ പറ്റൂലേ, വെള്ള ഡ്രസ്സ് ഇടാൻ പറ്റൂലേ, ജുമാക്ക് നടന്നിട്ട് ജയിലിൻ്റെ പ്രധാന കവാടം വരെ പോകാൻ പറ്റൂലേ, അവിടുന്ന് തന്നെ വിടണില്ലെങ്കിൽ ഞാനല്ല ഉത്തരവാദി, അതിനെ പിടിച്ചോല. അതാണെന്ത് പിന്നെ പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅ്തു, പരമാവധി അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കഴിയുന്നതൊക്കെ ചെയ്യുക, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതാണ് തഖ്വയുടെ ഡെഫിനിഷനായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, കാത്തിരിക്കുന്നത് വലിയ സമ്മാനമാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ചെറിയ അശ്രദ്ധ കൊണ്ടാണ് ഉഹദിൽ വലിയ അപകടങ്ങളുണ്ടായത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ചെറുതായിട്ട് നമ്മൾ ധിക്കരിച്ചു. 70 പേരുടെ ശരീരമാണ് മരിച്ചു കിടന്നത്, 69 പേരുടെ ശരീരം വികൃതമാക്കപ്പെട്ടു. അല്ലേ? വികൃതമാക്കപ്പെടാത്ത ഒറ്റ സഹാബി ഉണ്ടായിരുന്നുള്ളൂ, ഹല്ലല. എന്താ കാരണം? മക്കക്കാർക്ക് പ്രിയപ്പെട്ടൊരു മനുഷ്യൻ്റെ മകനാണ് ഹല്ലല. അതുകൊണ്ട് മാത്രം. ഹല്ലല വിരൂപിയായ മനുഷ്യനായിരുന്നു. മക്കത്ത് പെണ്ണ് കിട്ടിയെന്നില്ല അദ്ദേഹത്തിന്, അത്രക്ക് വിരൂപിയായിരുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജാമ്യത്തിൽ അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു ഇണയെ കിട്ടി. ആ ഇണയുടെ കൂടെ ആദ്യ രാത്രി പങ്കിടുമ്പോഴാണ് ഈ വിളിയാളം മദീനയുടെ മണ്ണിൽ നിന്നുണ്ടാകുന്നത്. ഒരു ഹിജറ പോയ ആ നാളുകളിൽ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഭാര്യയുടെ ഇണ ചേർന്നിട്ട് ജനാബത്ത് കുളിക്കാൻ പോലും സമയം കിട്ടാതെ ഇറങ്ങിപ്പോയി എന്നാണ്. ഭാര്യയോട് പോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഹൽക്കിൽ ജീവണ്ട്, ഞാൻ തിരിച്ചു വരും. അവിടെ പ്രയോറിറ്റി കൊടുത്ത് ദീനിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ആ യുദ്ധത്തിൽ അദ്ദേഹം മരിച്ചു. ചുട്ട് പഴുത്ത ഉഹദിൻ്റെ മരുഭൂമിയിൽ വെള്ളത്തിൽ മുക്കി പൊന്തിച്ചതുപോലെയായിരുന്നു ഹല്ലലയുടെ ബോഡി, കുളിപ്പിച്ച് കിടത്തിയ പോലെ. ഷഹീദിനെ കുളിപ്പിക്കേണ്ടെന്ന ഇസ്ലാമിൻ്റെ നിയമം. ഏത് ഷഹീദിനെ? യുദ്ധഭൂമിയിൽ മരിച്ച ഷഹീദിനെ. ഷഹീദ് പല ഷഹീദുകളുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിച്ച ഷഹീദാണ്, പലതും ഇടിഞ്ഞു തകർന്ന് വീണ് മരിച്ച ഷഹീദാണ്, ഉദരരോഗം വന്ന് മരിച്ച ഷഹീദാണ്. അതങ്ങനെ ഈ അടുത്തടുത്ത് ഫുഡ് കഴിച്ച് രോഗം വന്നാലല്ല കേട്ടോ, അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഹല്ലല റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ രണഭൂമിയിൽ വീണ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചതാരാണ്? മലക്കുകളാണെന്ന് പറഞ്ഞു. എന്താ കാരണം? അദ്ദേഹം ജനാബത്ത് കുളിക്കാതെ ഇറങ്ങി വന്നവരാണ്. അങ്ങനത്തെ പ്രത്യേകതയുള്ള സഹാബികളായിരുന്നു. എന്താണ് ഈ അപകടങ്ങളുണ്ടായ കാരണം? മലൻ്റെ മേലെ നിർത്തിയപ്പോൾ എൻ്റെ പെർമിഷൻ കിട്ടാതെ ഇറങ്ങരുത് എന്ന് നബി പറഞ്ഞു. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത് കാണാം, ആ ചെറിയ വീഴ്ച വന്നു പോയതിൻ്റെ പേരിൽ വലിയ അപകടങ്ങളാണ് മുസ്ലിമീങ്ങൾക്കുണ്ടായത്. അറിഞ്ഞുകൊണ്ട് എത്രയെത്ര പാപങ്ങളാണ് സഹോദരാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ പേരിൽ നിന്നെ കാത്തിരിക്കുന്ന അപകടങ്ങൾ നിനക്കറിയോ എന്ന് അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും മാറാൻ നമുക്ക് കഴിയണം. യൂസുഫ് നബിയുടെ വിഷയത്തിൽ ഇടക്ക് പരലോകത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിനൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗാവകാശിയായി വിട പറഞ്ഞു പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, രോഗികൾ, ഈ കൂട്ടത്തിലും ശാരീരികമായ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ സ്ഥിരം കാണുന്ന ആളുകളാണല്ലോ. പരസ്പരം ദുആ വസിയത്ത് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സദസ്സുകളിൽ ദുആ ചെയ്താൽ 2 ഓഫറാണ്. ഒന്നെന്താ, ആ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആരുടെയെങ്കിലും ഒരു ആമീൻ സ്വീകരിച്ചാൽ അത് ശിഫയാവും. രണ്ടാമത്തത്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ആ രോഗം നമുക്ക് വരില്ല. ഈ 2 ഓഫർ നമുക്ക് കിട്ടണം. അള്ളാഹു രോഗികൾക്ക്, ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് പൂർണ്ണ ശിഫാഉൻ നാജിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരുപാട് ആളുകൾ വലിയ പരീക്ഷണങ്ങളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും അനധിവിദൂരമായ നാടുകളിൽ തന്നെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിത്തനകളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്നേഹബന്ധത്തെ പരലോകത്തെ സ്വർഗത്തിലേക്ക് എത്തുന്ന ബന്ധമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ഒരു പൈശാചിക ശക്തികൾക്കും നമ്മുടെ ഈ ബന്ധത്തെ തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ചെങ്കോട്ടയായി നമ്മുടെ ഈ ബന്ധത്തെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഓരിമുക്കിലുള്ള ഈ കുഞ്ഞു പള്ളി, ഈ കുഞ്ഞു സംവിധാനം, നമ്മെ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം നൽകുന്ന ഒരു ലൈറ്റ് ഹൗസാക്കി അള്ളാഹു ഈ പള്ളിയെ മാറ്റുമാറാകട്ടെ. ഈ സംവിധാനങ്ങൾ മാറ്റുമാറാകട്ടെ. അതിന് ഇഖ്ലാസോടുകൂടി റബ്ബിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഉപരിയുള്ള റബ്ബ് നമ്മെ എല്ലാം തുടക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും റഹ്മാനായ റബ്ബ് തിരിച്ചുവിടുമ്പോൾ സിറാത്ത് കടന്ന് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാവിജയികളിൽ സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമായി വന്നുപോയ ഒരുപാട് പാപങ്ങളുണ്ട്, തെറ്റുകുറ്റങ്ങളുണ്ട്. അതെല്ലാം ഈ സദസ്സിൻ്റെ അവസാനത്തിന് മുമ്പായി തന്നെ റഹ്മാനായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ കുറേ ആളുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരുണ്ട്, കാരണവന്മാരുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, മാതാപിതാക്കളുണ്ട്. പല ആളുകളും ഇന്ന് 6 അടി മണ്ണിൽ അമർന്നു കഴിഞ്ഞവരാണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും വിളിച്ചുകൊണ്ട് ഉസ്താദേ, വലിയ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഈ കൂട്ടത്തിലും ഒരുപക്ഷെ ആ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അള്ളാഹു എല്ലാവർക്കും പരിഹാരമാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ കടഭാരങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും സമ്പത്തിലുമൊക്കെ അള്ളാഹു നമുക്ക് ബറക്കാത്തുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് രാവിലെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടുകയുണ്ടായി. പിന്നെ ഒരു 39 വയസ്സുകാരിയായ 36 വയസ്സുകാരിയായ ഒരു സഹോദരിക്ക് കിഡ്നി രോഗിയാണ്. ഉമ്മയുടെ കിഡ്നി 5 കൊല്ലങ്ങൾക്ക് മുമ്പ് മാറ്റി വെച്ച് കൊടുത്ത് റീപ്ലാന്റ് ചെയ്ത് കൊടുത്തിരുന്നു. വീണ്ടും അതേ രോഗം ആ കുട്ടിക്ക് വന്നിരിക്കുകയാണ്. പറക്കമുറ്റാത്ത മക്കളുണ്ട്. അള്ളാഹു ആ സഹോദരിക്ക് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബരംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.